വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം. കർത്താവ് മോശയോട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സംബന്ധിച്ച നിയമം അവന്റെ ശുദ്ധീകരണ ദിനത്തിൽ ഇതായിരിക്കട്ടെ. അവനെ പുരോഹിതന്റെ പക്കലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് ചെല്ലണം. അവനെ പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ കുഷ്ഠരോഗിയിൽ നിന്ന് കുഷ്ഠബാധ സുഖപ്പെട്ടിരിക്കുന്നു. പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ശുദ്ധിയുള്ളതും ജീവനുള്ളതുമായ 2 പക്ഷികൾ, ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹീസോപ്പ് എന്നിവ തന്നെ ശുദ്ധീകരിക്കുന്നതിന് എടുക്കുകയും വേണം. പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ഉറവ വെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് ഒരു പക്ഷിയെ അറക്കുകയും വേണം. അവൻ ജീവനുള്ള പക്ഷിയെയും ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസോപ്പ് എന്നിവയും എടുത്ത് ഉറവ വെള്ളത്തിനു മീതെ വച്ച് അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിൽ അവയും ജീവനുള്ള പക്ഷിയെയും മുക്കി കുഷ്ഠത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ മേൽ 7 പ്രാവശ്യം തൂകുകയും അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. അനന്തരം ജീവനുള്ള പക്ഷിയെ തുറസായ ഇടത്ത് പറത്തിവിടണം. ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി രോമം മുഴുവനും ക്ഷൗരം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ. എന്നാൽ 7 ദിവസത്തേക്ക് അവൻ തന്റെ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം. 7-ാം ദിവസമാകുമ്പോൾ അവൻ തന്റെ രോമം മുഴുവനും, അതായത് തന്റെ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം. രോമം മുഴുവനും വടിച്ച് തന്റെ വസ്ത്രങ്ങൾ അലക്കി വെള്ളം കൊണ്ട് അവൻ ദേഹം കഴുകണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ തികവുറ്റ 2 മുട്ടാടിൻ കുട്ടികളെയും 1 വയസ്സുള്ള തികവുറ്റ ഒരു പെണ്ണാടിൻ കുട്ടിയെയും ധാന്യയാഗത്തിനായി എണ്ണ ചേർത്ത 3 ഇസറോൻ നേരിയ മാവും 1 ലോഗ് എണ്ണയും കരുതണം. ശുദ്ധീകരണ കർമ്മം നടത്തുന്ന പുരോഹിതൻ അവയോടൊപ്പം ശുദ്ധീകരിക്കപ്പെടേണ്ട ആളോടുകൂടെ അവ കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാരവാതിക്കൽ നിർത്തട്ടെ. പുരോഹിതൻ 1-ാമത്തെ മുട്ടാടിനെ എടുത്ത് അതിനെ 1 ലോഗ് എണ്ണയോടുകൂടെ പ്രായശ്ചിത്ത യാഗമായി കൊണ്ടുവന്ന് അവയെ കർത്താവിന്റെ മുമ്പിൽ നീരാജനം ഒഴിയണം. പാപമുക്തിക്കുള്ള യാഗമൃഗത്തെയും ഹോമയാഗമൃഗത്തെയും അറക്കുന്ന സ്ഥലത്ത് വെച്ച്, വിശുദ്ധിയുടെ ഒരു സ്ഥലത്ത് വെച്ച് ചെമ്മരിയാട്ടിൻ മുട്ടനെ അറക്കണം. എന്തെന്നാൽ പാപമുക്തി യാഗം പോലെ തന്നെയാണ് പ്രായശ്ചിത്ത യാഗവും. അത് പുരോഹിതനുള്ളതാണ്. അത് അതിവിശുദ്ധ വസ്തുവാണ്. പുരോഹിതൻ പ്രായശ്ചിത്ത യാഗമൃഗത്തിന്റെ രക്തത്തിൽ നിന്നെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു കീഴ്ക്കാതിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം. അനന്തരം പുരോഹിതൻ 1 ലോഗ് എണ്ണയിൽ നിന്ന് അല്പമെടുത്ത് പുരോഹിതന്റെ തന്നെ ഇടത്തു കൈ കുമ്പിളിൽ ഒഴിക്കണം. പുരോഹിതൻ തന്റെ ഇടത്തു കൈ കുമ്പിളിലുള്ള എണ്ണയിൽ വലത്തു കൈവിരൽ മുക്കി എണ്ണയിൽ നിന്ന് തന്റെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം കർത്തൃസന്നിധിയിൽ തൂകണം. തന്റെ ഉള്ളംകൈയിൽ ശേഷിക്കുന്ന എണ്ണയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു കീഴ്ക്കാതിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത യാഗത്തിന്റെ രക്തത്തിനു മീതെ പുരട്ടണം. പുരോഹിതന്റെ ഉള്ളംകൈയിലുള്ള എണ്ണയിൽ ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസിൽ അവൻ പുരട്ടണം. അങ്ങനെ പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവനെ പ്രതി പരിഹാരം ചെയ്യണം. പുരോഹിതൻ പാപമുക്തി യാഗം നടത്തി സ്വമലിനതയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി പരിഹാരം ചെയ്യണം. അതിനുശേഷമാണ് അവൻ ഹോമയാഗ മൃഗത്തെ അറക്കേണ്ടത്. പുരോഹിതൻ ബലിപീഠത്തിൽ ഹോമയാഗവും ധാന്യയാഗവും അർപ്പിക്കണം. അവനെ പ്രതി പുരോഹിതൻ പരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ അവൻ ദരിദ്രനും
വിഭവശേഷിയില്ലാത്തവനുമാണെങ്കിൽ തന്നെ പ്രതി പരിഹാരമർപ്പിക്കാൻ പ്രായശ്ചിത്തയാഗമായി നീരാജനത്തിന് ഒരു ആൺ ചെമ്മരിയാടിനെയും ധാന്യയാഗമായി എണ്ണ ചേർത്ത ഒരു ഇസരോൻ നേരിയ മാവും 1 ലോഗ് എണ്ണയും എടുക്കണം. കൂടാതെ അവന്റെ വിഭവശേഷി അനുസരിച്ച് 2 ചെങ്ങാലികളോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളോ, ഒന്ന് പാപമുക്തിയാഗമായും മറ്റേത് ഹോമയാഗമായും വേണം. 8-ാം ദിവസം അവൻ തന്റെ ശുദ്ധീകരണത്തിനായി കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാരവാതിൽക്കൽ പുരോഹിതന്റെ പക്കൽ അവ കൊണ്ടുവരണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള ആൺ ചെമ്മരിയാടിനെയും 1 ലോഗ് എണ്ണയും എടുത്ത് കർത്താവിന്റെ മുൻപിൽ അവ നീരാജനമായി ഒഴിയണം. പിന്നെ അവൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള ആൺ ചെമ്മരിയാടിനെ അറക്കണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗ മൃഗത്തിന്റെ രക്തത്തിൽ നിന്ന് അല്പമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു കീഴ്ക്കാതിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം. അതിനുശേഷം പുരോഹിതൻ എണ്ണയിൽ നിന്ന് പുരോഹിതന്റെ തന്നെ ഇടത്തെ കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ തന്റെ ഇടത്തെ ഉള്ളം കൈയിലെ എണ്ണയിൽ നിന്ന് കുറച്ച് വലത്ത് ചൂണ്ടുവിരൽ കൊണ്ട് കർത്തൃസന്നിധിയിൽ 7 പ്രാവശ്യം തൂകണം. പുരോഹിതൻ തന്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ നിന്ന് അല്പം ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു കീഴ്ക്കാതിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്തയാഗ രക്തത്തിന്റെ സ്ഥാനത്തു തന്നെ പുരട്ടണം. പുരോഹിതന്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ നിന്ന് ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി കർത്തൃസന്നിധിയിൽ പരിഹാരമർപ്പിക്കാൻ അവന്റെ തലയിൽ പുരട്ടണം. പിന്നെ അവന്റെ വിഭവശേഷി അനുസരിച്ചുള്ളതിൽ നിന്ന് ചെങ്ങാലികളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ ഒന്നിനെ അവൻ തയ്യാറാക്കണം. കർത്തൃസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി അവന്റെ വിഭവശേഷി അനുസരിച്ചുള്ളതിനെ ഒന്നിനെ പാപമുക്തി യാഗമായും മറ്റേതിനെ ഹോമയാഗമായും ധാന്യയാഗത്തിനുമേൽ പുരോഹിതൻ പരിഹാരം ചെയ്യണം. ഇതാണ് ശുദ്ധീകരണം സംബന്ധിച്ച് വിഭവശേഷിയില്ലാത്ത കുഷ്ഠബാധിതനുള്ള നിയമം. കർത്താവ് മോശയോടും അഹരോനോടും ഇപ്രകാരം വചിച്ചു: ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അവകാശ നാട്ടിലെ ഒരു വീട്ടിൽ ഞാൻ കുഷ്ഠബാധ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് ഇപ്രകാരം വിവരിക്കണം: വീട്ടിൽ പൂപ്പൽ പോലെ എന്തോ ഞാൻ കാണുന്നു. അപ്പോൾ വീട്ടിലുള്ളവയെല്ലാം മലിനമാകാതിരിക്കേണ്ടതിന് പുരോഹിതൻ പൂപ്പൽ പരിശോധിക്കാൻ ചെല്ലുന്നതിനു മുമ്പേ അവർ വീട് കാലിയാക്കണമെന്ന് പുരോഹിതൻ കൽപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ വീട് പരിശോധനയ്ക്ക് ചെല്ലണം. അവൻ പൂപ്പൽ പരിശോധിക്കുമ്പോൾ ഇതാ വീടിന്റെ ഭിത്തികളിൽ പൂപ്പൽ, പച്ചയോ ചെമപ്പോ ആയ കുഴികൾ, അവയുടെ ദൃശ്യമോ ഭിത്തിയേക്കാൾ താഴ്ന്നതും. അപ്പോൾ പുരോഹിതൻ വീട്ടിൽ നിന്ന് വീട്ടുവാതിൽക്കലേക്ക് വന്ന് 7 ദിവസത്തേക്ക് വീട് അടച്ചിടണം. 7-ാം ദിവസം പുരോഹിതൻ തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ ഇതാ പൂപ്പൽ വീടിന്റെ ഭിത്തികളിൽ പടർന്നിരിക്കുന്നു. അപ്പോൾ പുരോഹിതൻ കൽപ്പിക്കുകയും അവർ പൂപ്പലുള്ള കല്ലുകൾ പൊളിച്ച് അവ പട്ടണത്തിനു പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് എറിയുകയും വേണം. അനന്തരം ഉള്ളിൽ നിന്ന് വീട് ചുറ്റും ചുരണ്ടുകയും ചുരണ്ടിയ പൊടി അവർ പട്ടണത്തിനു പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് തള്ളുകയും ചെയ്യണം. ആ കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ എടുത്ത് വയ്ക്കുകയും വേറെ ചാന്തെടുത്ത് വീട് തേയ്ക്കുകയും വേണം. കല്ലുകൾ ഇളക്കിയെടുത്ത് വീട് ചുരണ്ടി തേച്ച ശേഷം വീട്ടിൽ വീണ്ടും പൂപ്പൽ പൊടിച്ചു വന്നാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം. ഇതാ പൂപ്പൽ വീട്ടിൽ പടർന്നിരിക്കുന്നു എങ്കിൽ അത് ഭവനത്തിലെ ദോഷകരമായ കുഷ്ഠമാണ്, അത് മലിനമാണ്. ആ വീട് ഇടിച്ചു പൊളിച്ച് അതിന്റെ കല്ലുകളും തടികളും വീടിന്റെ പൊടി മുഴുവനും പട്ടണത്തിനു പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. വീട്ടിലേക്ക് അത് അടച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. ആ ഭവനത്തിൽ ശയിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷിക്കുന്നവനും തന്റെ വസ്ത്രങ്ങൾ കഴുകണം. എന്നാൽ പുരോഹിതൻ വന്നെത്തി പരിശോധിക്കുമ്പോൾ ഇതാ വീട് തേച്ച ശേഷവും വീട്ടിൽ പൂപ്പൽ പടർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ പുരോഹിതൻ ആ വീട് ശുദ്ധമെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ പൂപ്പൽ വിട്ടൊഴിഞ്ഞിരിക്കുന്നു.
ആ വീട് ശുദ്ധീകരിക്കാനായി അവൻ 2 പക്ഷികൾ, ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസോപ്പ് എന്നിവ എടുക്കണം. ഒരു പക്ഷിയെ ഉറവ വെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് അറക്കണം. അനന്തരം അവൻ ദേവദാരുത്തടി, ഹിസോപ്പ്, ചെമന്ന നൂൽ, ജീവനുള്ള പക്ഷി എന്നിവ എടുത്ത് അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലും മുക്കി വീട്ടിലേക്ക് 7 പ്രാവശ്യം തൂകണം. അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം, ഉറവ വെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരുത്തടി, ഹിസോപ്പ്, ചെമന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിനു പുറത്ത് തുറസായ ഇടത്തേക്ക് പറത്തിവിടണം. അങ്ങനെ ആ വീടിനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അത് ശുദ്ധമാകും. സകല കുഷ്ഠബാധയ്ക്കുമുള്ള നിയമം ഇതാണ്. ചിരങ്ങിനും വസ്ത്രത്തിന്റെയും ഭവനത്തിന്റെയും കുഷ്ഠത്തിനും തടിപ്പിനും പരുവിനും പാണ്ടിനുമുള്ളത്. മലിനതയുടെ ദിനം സംബന്ധിച്ചും ശുദ്ധിയുടെ ദിനം സംബന്ധിച്ചും തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി കുഷ്ഠത്തെക്കുറിച്ചുള്ള നിയമം ഇതാണ്. ലേവ്യരുടെ പുസ്തകം 15-ാം അധ്യായം. കർത്താവ് മോശയോടും അഹരോനോടും പറഞ്ഞു, നിങ്ങൾ ഇസ്രായേലരോട് സംസാരിക്കുവിൻ. അവരോട് നിങ്ങൾ പറയണം, ശരീരത്തിൽ നിന്ന് സ്രവം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ ആളും മലിനനാണ്. അവന്റെ സ്രവത്താലുള്ള മലിനത ഇതായിരിക്കും: അവന്റെ ശരീരം സ്രവം ഒഴുക്കുമ്പോഴും സ്രവത്തിൽ നിന്ന് അവന്റെ ശരീരം വിരമിക്കുമ്പോഴും അത് അവന്റെ മലിനതയാണ്. സ്രവമുള്ളവൻ കിടക്കുന്ന ഏത് കിടക്കയും മലിനമാണ്. അവൻ ഇരിക്കുന്ന ഏത് ഇരിപ്പിടവും മലിനമായിരിക്കും. അവന്റെ കിടക്ക തൊടുന്നയാൾ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ ഇരുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവന്റെ ശരീരത്തിൽ തൊടുന്നവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ ശുദ്ധിയുള്ളവന്റെ മേൽ തുപ്പിയാൽ അവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ യാത്ര ചെയ്യുന്ന ഏതു വാഹനവും മലിനമായിരിക്കും. അവന്റെ കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്ന ആരും വൈകുന്നേരം വരെ മലിനനായിരിക്കും. അവ എടുക്കുന്നവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. കൈകൾ വെള്ളത്തിൽ ധാര കോരാതെ സ്രവമുള്ളവൻ ആരെ സ്പർശിച്ചാലും അവൻ സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം. ഓരോ മരപാത്രവും വെള്ളം കൊണ്ട് ധാര കോരപ്പെടണം. സ്രവമുള്ളവൻ സ്രാവത്തിൽ നിന്ന് ശുദ്ധിയുള്ളവനാകുമ്പോൾ തന്റെ ശുദ്ധീകരണ അനുഷ്ഠാനത്തിനായി 7 ദിവസം കണക്ക് കൂട്ടണം. തുടർന്ന് ഒഴുകുന്ന വെള്ളത്തിൽ അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും തന്റെ ദേഹം കഴുകുകയും വേണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ തനിക്ക് വേണ്ടി 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുക്കണം. കർത്തൃ സന്നിധിയിൽ സമാഗമ കൂടാരവാതിൽക്കൽ ചെന്നിട്ട് അവൻ അവയെ പുരോഹിതന്റെ പക്കൽ ഏൽപ്പിക്കണം. ഒന്നിനെ പാപമുക്തിയാഗമായും ഒന്നിനെ ഹോമയാഗമായും പുരോഹിതൻ അവയെ അർപ്പിക്കണം. അങ്ങനെ അവന്റെ സ്രാവത്തെ പ്രതി പുരോഹിതൻ അവനു വേണ്ടി കർത്തൃസന്നിധിയിൽ പരിഹാരം ചെയ്യണം. ബീജസ്ഖലനമുണ്ടായാൽ പുരുഷൻ തന്റെ ദേഹം മുഴുവൻ വെള്ളം കൊണ്ട് കഴുകണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്ഖലിത ബീജം പറ്റിയ ഏതു വസ്ത്രവും ഏതു തുകലും വെള്ളം കൊണ്ട് കഴുകണം. അത് വൈകുന്നേരം വരെ മലിനമായിരിക്കും. സ്ത്രീയോടൊത്ത് ശയിക്കുന്ന പുരുഷന് ബീജസ്ഖലനമുണ്ടായാൽ അവൻ വെള്ളത്തിൽ കുളിക്കണം. വൈകുന്നേരം വരെ അവർ മലിനരായിരിക്കും. സ്ത്രീ സ്രവാവസ്ഥയിലായിരിക്കുകയും അവളുടെ ശരീരത്തിലെ സ്രവം രക്തമായിരിക്കുകയും ചെയ്താൽ 7 ദിവസത്തേക്ക് അവൾ ആർത്തവത്തിലാണ്. അവളെ സ്പർശിക്കുന്ന ആരും വൈകുന്നേരം വരെ മലിനനായിരിക്കും. അവളുടെ ആർത്തവകാലത്ത് അവൾ കിടക്കുന്നതെന്തും മലിനമായിരിക്കും. ഇരിക്കുന്നതെന്തും മലിനമായിരിക്കും. അവളുടെ കിടക്ക സ്പർശിക്കുന്ന ആരും വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവർ മലിനരായിരിക്കും. അവൾ ഇരുന്ന ഏത് ഇരിപ്പിടത്തിലും
സ്പർശിക്കുന്ന ആരും വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. കിടക്കമേലുള്ളതിനെയോ അവൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്മേലുള്ളതിനെയോ ഒരുവൻ സ്പർശിച്ചാലും അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. പുരുഷൻ അവളെ പ്രാപിക്കുകയാണ് ചെയ്തതെങ്കിൽ അവളുടെ ആർത്തവ മലിനത അവന്റെ മേൽ ഉണ്ടാവുകയും അവൻ 7 ദിവസത്തേക്ക് മലിനനായിരിക്കുകയും ചെയ്യും. അവൻ കിടക്കുന്ന ഏതു കിടക്കയും മലിനമായിരിക്കും. ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ ഏറെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാകുകയോ ആർത്തവശേഷം രക്തസ്രാവം തുടരുകയോ ചെയ്താൽ അവളുടെ മലിനതയുടെ സ്രവദിനങ്ങളെല്ലാം ആർത്തവ ദിനങ്ങൾ പോലെയായിരിക്കും. അവൾ മലിനയാണ്. രക്തസ്രാവ ദിവസങ്ങളെല്ലാം അവൾ കിടക്കുന്ന എല്ലാ കിടക്കയും അവൾക്ക് തന്റെ ഋതുകാലത്തെ കിടക്ക പോലെയായിരിക്കും. അവൾ ഇരിക്കുന്ന ഇരിപ്പിടമെല്ലാം ഋതുകാല മലിനത പോലെ മലിനമായിരിക്കും. ഇവ സ്പർശിക്കുന്ന ആരും മലിനനായിരിക്കും. അവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. അവൾ തന്റെ സ്രാവത്തിൽ നിന്ന് ശുദ്ധി പ്രാപിച്ചാലും 7 ദിവസം കൂടി അവൾ കണക്കാക്കണം. അതിനുശേഷമേ അവൾ ശുദ്ധിയുള്ളവളാകൂ. 8-ാം ദിവസം അവൾ തനിക്ക് വേണ്ടി 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുത്ത് അവയെ സമാഗമ കൂടാരവാതിൽക്കൽ പുരോഹിതന്റെ പക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒന്നിനെ പാപമുക്തിയാഗവും മറ്റേതിനെ ഹോമയാഗവുമാക്കണം. സ്രവം മൂലമുള്ള അവളുടെ മലിനതയെ പ്രതി പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണം. തങ്ങളുടെ മധ്യത്തിലുള്ള എന്റെ ആലയത്തെ തങ്ങളുടെ മലിനത വഴി പങ്കിലമാക്കി അവർ മരിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേലിനെ അവരുടെ മലിനതയിൽ നിന്ന് നീ അകറ്റി നിർത്തണം. ഇതാണ് സ്രവമുള്ളയാളെ സംബന്ധിച്ച നിയമം. അതായത് തന്നിൽ ബീജസ്ഖലനം സംഭവിക്കുക വഴി മലിനനാകുന്നവനെയും ആർത്തവാതുരയായവളെയും പുരുഷനോ സ്ത്രീയോ ആകട്ടെ സ്രവമുള്ള ആരെയും മലിനയായവളോടൊപ്പം ശയിക്കുന്ന പുരുഷനെയും സംബന്ധിച്ചുള്ളത്. 78-ാം സങ്കീർത്തനം. എന്റെ ജനമേ, എന്റെ പ്രബോധനം ശ്രവിക്കുക. എന്റെ വദനോക്തികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കുവിൻ. ഒരു സുഭാഷിതത്താൽ ഞാൻ എന്റെ വായ് തുറക്കാം. പണ്ട് മുതൽക്കേയുള്ള കടങ്കഥകൾ ഞാൻ മൊഴിയാം. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് വിവരിച്ച് നാം കേട്ടിട്ടുള്ളതും നമുക്ക് അറിയാവുന്നവയുമായവ അവരുടെ മക്കളിൽ നിന്ന് നാം മറച്ചുവെക്കില്ല. മറിച്ച് കർത്താവിന്റെ സ്തുതികളും അവിടുത്തെ ശക്തി പ്രാഭവവും അവിടുന്ന് പ്രവർത്തിച്ച വിസ്മയ കൃത്യങ്ങളും പിൻതലമുറയോട് വിവരിക്കുന്നവരാകും നമ്മൾ. യാക്കോബിൽ അവിടുന്ന് സാക്ഷ്യം നിലനിർത്തി. ഇസ്രായേലിൽ അവിടുന്ന് നിയമം സ്ഥാപിച്ചു. അവിടുന്ന് നമ്മുടെ പിതാക്കന്മാരെ അനുശാസിച്ചവ അവരുടെ മക്കളെ അറിയിക്കാനുള്ളതാണ്. പിൻതലമുറയായി ജാതരാകുന്ന മക്കൾ അറിയേണ്ടതിന് അവർ ഒരുങ്ങി തങ്ങളുടെ മക്കളോട് വിവരിക്കണം. അങ്ങനെ അവർ തങ്ങളുടെ ശരണം ദൈവത്തിൽ അർപ്പിക്കുകയും തമ്പുരാന്റെ കർമ്മങ്ങൾ വിസ്മരിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യട്ടെ. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യവും മത്സരവുമുള്ള ഒരു തലമുറ ആകാതിരിക്കട്ടെ. സ്വമനസ് സ്ഥിരപ്പെടുത്താത്തതും സ്വചൈതന്യം തമ്പുരാനെ വിശ്വസിക്കാത്തതുമായ ഒരു തലമുറ തന്നെ. വില്ലാളികളായി ആയുധമണിഞ്ഞ എഫ്രായിമ്യർ യുദ്ധ ദിവസം കാലുമാറി. അവർ ദൈവത്തിന്റെ ഉടമ്പടി പാലിച്ചില്ല. അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല. അവിടുത്തെ പ്രവർത്തികൾ അവർ വിസ്മരിച്ചു. അവിടുന്ന് അവരെ കാണിച്ച അവിടുത്തെ വിസ്മയകൃത്യങ്ങളും. അവരുടെ പിതാക്കന്മാരുടെ മുൻപിൽ ഈജിപ്ത് നാട്ടിലെ സോവാൻ വയലിലാണ് അവിടുന്ന് വിസ്മയകൃത്യം പ്രവർത്തിച്ചത്. കടൽ വിഭജിച്ച് അവിടുന്ന് അവരെ കടത്തിവിട്ടു. അവിടുന്ന് ജലം കൂന പോലെ ഉറപ്പിച്ചു നിർത്തി. അവിടുന്ന് അവരെ പകൽ സമയം മേഘത്താലും രാത്രി മുഴുവൻ അഗ്നിപ്രഭയാലും നയിച്ചു. അവിടുന്ന് മരുഭൂമിയിൽ പാറകൾ പിളർന്നു. അവരെ ആഴങ്ങൾ പോലെ വേണ്ടുവോളം കുടിപ്പിച്ചു. ശിലയിൽ നിന്ന് നീരൊഴുക്കുകൾ പുറപ്പെടുവിച്ചു. നദികൾ പോലെ ജലം ഒഴുകി. എന്നിട്ടും അവർ അവിടത്തേക്കെതിരായി വീണ്ടും പാപം ചെയ്യാൻ അത്യുന്നതനെതിരെ മരുഭൂമിയിൽ വെച്ച് മത്സരിക്കാൻ തുനിഞ്ഞു. തമ്പുരാനെ മനഃപൂർവ്വം പരീക്ഷിച്ച് ഉദ്ദിഷ്ട ഭോജനം ചോദിക്കാനും ദൈവത്തിനെതിരെ സംസാരിച്ച് അവർ ചോദിച്ചു, മരുഭൂമിയിൽ മേശയൊരുക്കാൻ തമ്പുരാനാകുമോ? ഇതാ അവൻ പാറയെ അടിച്ചു, ജലം നിർഗളിച്ചു, അരുവികൾ കവിഞ്ഞൊഴുകുകയും ചെയ്തു. എന്നാൽ തന്റെ ജനത്തിന് അപ്പം കൊടുക്കാനും ഇറച്ചി വിളമ്പാനും കൂടി അവിടത്തേക്കാകുമോ?
അത് കേട്ടതിനാൽ കർത്താവ് ക്രുദ്ധനായി യാക്കോബിനെതിരെ അഗ്നി ജ്വലിച്ചു. ഇസ്രായേലിനെതിരെ കോപവും ഉയർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല, അവിടുത്തെ രക്ഷയിൽ ആശ്രയിച്ചുമില്ല. എന്നിട്ടും അവിടുന്ന് മുകളിൽ നിന്ന് വാനിടത്തെ അനുശാസിച്ചു. ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു. അവർ ഭക്ഷിക്കാൻ അവിടുന്ന് അവർക്കായി മന്ന വർഷിച്ചു. സ്വർഗീയ ധാന്യം അവിടുന്ന് അവർക്ക് നൽകി. മാനവൻ അതിമാനുഷ്യരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് അവർക്ക് മതിയാവോളം പാഥേയം അയച്ചു. അവിടുന്ന് ആകാശത്തിൻ കിഴക്കൻ കാറ്റടിപ്പിച്ചു. തന്റെ ശക്തിയാൽ തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ ഭോജനവും കടൽ മണൽ പോലെ ചിറകുള്ള പക്ഷിയെയും വർഷിച്ച് തന്റെ പാളയമധ്യേ തന്റെ നിവാസങ്ങൾക്ക് ചുറ്റുമായി പതിക്കാനിടയാക്കി. അവർ ഭക്ഷിച്ച് അതിമാത്രം തൃപ്തരായി. അവരുടെ ആഗ്രഹം അവിടുന്ന് അവർക്ക് നിറവേറ്റിക്കൊടുത്തു. തങ്ങളുടെ കൊതിയിൽ നിന്ന് അവർക്ക് ശമനമാകാതെ തങ്ങളുടെ ഭക്ഷണം അവരുടെ വായിലിരിക്കെ തന്നെ ദൈവകോപം അവർക്കെതിരെ ഉയർന്നു. അവിടുന്ന് അവർക്കിടയിലെ അതികായന്മാരെ വധിച്ചു. ഇസ്രായേലിലെ പ്രഗത്ഭരെ നിലംപരിച്ചാക്കി. ഇതെല്ലാമായിട്ടും അവർ വീണ്ടും പാപം ചെയ്തു. അവിടുത്തെ വിസ്മയ കൃത്യങ്ങളിൽ വിശ്വാസം അർപ്പിച്ചില്ല. അവിടുന്ന് അവരുടെ നാളുകൾ ഒരു ശ്വാസത്തിലും അവരുടെ സംവത്സരങ്ങൾ പരിഭ്രമത്തിലും അവസാനിപ്പിച്ചു. അവിടുന്ന് അവരെ വധിക്കുമ്പോഴൊക്കെ അവർ അവിടുത്തെ തേടുകയായിരുന്നു. മനസാന്തരപ്പെട്ട് തമ്പുരാനെ കാക്ഷിക്കുമായിരുന്നു. ദൈവം തങ്ങളുടെ പാറയാണെന്നും അത്യുന്നതനായ തമ്പുരാൻ തങ്ങളെ വീണ്ടെടുക്കുന്നവനാണെന്നും അവർ അനുസ്മരിച്ചെങ്കിലും തങ്ങളുടെ വായ്കൊണ്ട് അവർ അവിടത്തെ കബളിപ്പിക്കുകയായിരുന്നു. തങ്ങളുടെ നാവുകൊണ്ട് അവിടത്തോട് നുണ പറയുകയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തെ നേർക്ക് സ്ഥിരതയുള്ളതായിരുന്നില്ല. അവിടത്തെ ഉടമ്പടിയിൽ അവർ വിശ്വസ്തരായിരുന്നില്ല. എങ്കിലും ദയാർദ്രനായ അവിടുന്ന് അവരെ നശിപ്പിക്കാതെ അകൃത്യം പൊറുത്തു. പലപ്പോഴും തന്റെ കോപമടക്കി തന്റെ ക്രോധമാകെ ഉജ്ജ്വലിപ്പിച്ചില്ല. അവർ ജഡമാണെന്നും മടങ്ങി വരാതെ പൊയ്പോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു. എത്രമാത്രം അവർ മരുഭൂമിയിൽ വെച്ച് അവിടത്തെ എതിർത്തു, വിജനതയിൽ വെച്ച് അവിടത്തെ ദുഃഖിപ്പിച്ചു. അവർ തമ്പുരാനെ ആവർത്തിച്ച് പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അവർ അവിടുത്തെ സഹായഹസ്തമോ വൈരിയിൽ നിന്ന് തങ്ങളെ പരിത്രാണം ചെയ്ത ദിവസമോ ഓർത്തില്ല. ഈജിപ്തിൽ തന്റെ അടയാളങ്ങളും സോവാൻ വയലിൽ തന്റെ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചപ്പോൾ കുടിക്കാനാവാത്ത വിധം അവരുടെ നദികളും അരുവികളും അവിടുന്ന് രക്തമായി മാറ്റി. അവരുടെ ഇടയിലേക്ക് അവിടുന്ന് അയച്ച ഈച്ചക്കൂട്ടം അവരെ ആഹരിച്ചു. തവളക്കൂട്ടം അവരെ നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ വിളവ് കമ്പളിപ്പുഴുവിനും അധ്വാനഫലം വെട്ടുക്കിളിക്കും കൊടുത്തു. അവിടുന്ന് അവരുടെ മുന്തിരി കന്മഴ കൊണ്ടും സിക്കമൂർ മരങ്ങൾ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ ആടുമാടിനെ കന്മഴയ്ക്കും അവരുടെ കന്നുകാലികളെ ഇടിത്തീക്കും വിട്ടുകൊടുത്തു. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തന്റെ ഉഗ്രകോപം, അമർഷം, രോഷം, ദുരിതം എന്നിവ ദുർദൂതന്മാരുടെ ഒരു സംഘമായി അയച്ചു. അവിടുന്ന് തന്റെ കോപത്തിനായി ഒരു പാതയൊരുക്കി. അവിടുന്ന് അവരുടെ ആത്മാവിനെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല. അവരുടെ ജീവൻ മഹാമാരിക്ക് വിട്ടുകൊടുത്തു. ഈജിപ്തിലെ ഓരോ കടിഞ്ഞൂലിനെയും അവിടുന്ന് സംഹരിച്ചു. ഹാമിന്റെ കൂടാരങ്ങളിലെ പൗരുഷത്തിന്റെ പ്രഥമ ഫലത്തെ തന്നെ. എന്നാൽ അവിടുന്ന് തന്റെ ജനത്തെ അട്ടിൻപറ്റത്തെ എന്ന പോലെ പാളയം നീക്കി, ആടിനെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. അവർ പേടിക്കാത്ത വിധം അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചു. എന്നാൽ അവരുടെ ശത്രുക്കളെ കടൽ മൂടി. തന്റെ വലത്തുകൈ നേടിയെടുത്ത ഈ മലയായ തന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ അതിർത്തിയിലേക്ക് അവിടുന്ന് അവരെ കൊണ്ടുവന്നു. അവരുടെ മുൻപിൽ നിന്ന് ജനതകളെ തുരുത്തി. അളവ് ചരടുകൊണ്ട് ഒരവകാശം അവർക്ക് വീതിച്ചു കൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എന്നിട്ടും അത്യുന്നതനായ ദൈവത്തെ അവർ പരീക്ഷിക്കുകയും എതിർക്കുകയും ചെയ്തു. അവിടുത്തെ സാക്ഷ്യങ്ങൾ പാലിച്ചുമില്ല. അവർ അകന്നുമാറി തങ്ങളുടെ പിതാക്കന്മാരെ പോലെ വഞ്ചകരായി. അയഞ്ഞ വില്ലുപോലെ വഴുതി മാറി. അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടത്തെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടത്തെ അസൂയാലുവാക്കി. ദൈവം അത് കേട്ട് ക്രുദ്ധനായി ഇസ്രായേലിനെ തീർത്തും പരിത്യജിച്ചു.
ആകയാൽ അവിടുന്ന് ഷീലോ നിവാസം മനുഷ്യ വംശത്തിനിടയിൽ താൻ നിവസിച്ച കൂടാരം ഉപേക്ഷിച്ചു. അവിടുന്ന് തന്റെ പ്രതാപശക്തി അടിമത്തത്തിനും മഹിമ വൈരിയുടെ കയ്യിലും കൊടുത്തു. അവിടുന്ന് തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. തന്റെ അവകാശത്തിനെതിരെ ക്രുദ്ധനായി. അവരുടെ യുവാക്കളെ അഗ്നി വിഴുങ്ങി. അവരുടെ കന്യകമാർ അനുമോദിതരായില്ല. അവരുടെ പുരോഹിതന്മാർ വാളേറ്റു വീണു. വിധവകൾക്ക് വിലാപം ആചരിക്കാനായില്ല. ഉറങ്ങുകയായിരുന്നവനെ പോലെ, വീഞ്ഞുകൊണ്ട് ഉന്മത്തനായ മല്ലനെ പോലെ നാഥൻ ഉണർന്നു. അവിടുന്ന് തന്റെ വൈരികളെ മുതുകത്ത് പ്രഹരിച്ചു. അവർക്ക് എന്നേക്കും അപമാനം നൽകി. അവിടുന്ന് ജോസഫിന്റെ കൂടാരം നിരാകരിച്ചു. എഫ്രായിമിന്റെ ഗോത്രത്തെ താല്പര്യപ്പെട്ടുമില്ല. എന്നാൽ അവിടുന്ന് തെരഞ്ഞെടുത്തത് യൂദാ ഗോത്രത്തെയാണ്. താൻ സ്നേഹിച്ച സിയോൻ മലയെയാണ്. സമുന്നതങ്ങളെ പോലെ എന്നേക്കുമായി താൻ അടിസ്ഥാനമിട്ട ഭൂമിയെ പോലെ അവിടുന്ന് തന്റെ ശ്രീകോവിൽ നിർമ്മിച്ചു. അവിടുന്ന് തന്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ സ്വീകരിച്ചു. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകൾക്കു പിന്നിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവൻ ഹൃദയ നിഷ്കളങ്കതയ്ക്കൊത്ത വിധം അവരെ മേയിച്ചു. കരവിരുതോടെ അവരെ നയിച്ചു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ കയറി പോകുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അവൻ 12 പേരെയും വീണ്ടും അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പുരോഹിത പ്രമുഖന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും അവനെ ചമ്മട്ടി കൊണ്ടടിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിനു ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. യേശു അവരോട് പ്രതിവചിച്ചു, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എന്റെ വലത്തുവശത്തോ ഇടത്തുവശത്തോ ഇരിക്കാൻ അനുവദിക്കേണ്ടത് ഞാനല്ല, അത് ഒരുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതു കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്തു വിളിച്ചു പറഞ്ഞു, വിജാതീയരെ ഭരിക്കുന്നു എന്നു കരുതുന്നവർ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നെന്നും അവരുടെ പ്രമാണിമാർ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. പ്രത്യുത നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. കാരണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമേയൂസിന്റെ പുത്രനായ ബർത്തിമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസറായനായ യേശുവാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പലരും അവനെ ശാസിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യത്തോടെ ഇരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ തന്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടിക്കൊണ്ട് യേശുവിന്റെ അടുത്തെത്തി. യേശു അവനോട് ചോദിച്ചു,
ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിക്കുകയും വഴിയിൽ അവനെ അനുഗമിക്കുകയും ചെയ്തു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.